ഹലോ ഗൈസ്, ഇന്നൊരു 6:30 നമ്മൾ എണീറ്റിക്കണേ. കാരണം എന്താ വെച്ചാൽ നമ്മൾ വണ്ടി സർവീസ് കൊടുക്കണം. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഈ 6:30 സമയം കാണുന്നത്. ഇന്നെ തീറ്റിപ്പോറ്റിനുള്ള ഇറങ്ങാറാണ് ഈ വണ്ടിനെ തീറ്റിപ്പോറ്റി അറിയണത്. ഭയങ്കര എക്സ്പെൻസാണ് വണ്ടിനെ തീറ്റിപ്പോറ്റി അറിയണത്. മൊത്തത്തിലൊരു മപ്പിലാണ് പോണത്. കാരണം ഡെയിലി ഒരു 8 മണിക്കൂർ 9 മണിക്കൂർ കടന്നുറങ്ങാറുണ്ട്. ഇന്നിപ്പോൾ രാവിലെ എണീറ്റുകൊണ്ട് ആകപ്പാടെ കിളി പോയ മാതിരിയാണ്. അങ്ങനെ നമ്മൾ സർവീസ് സെന്ററിലെത്തി. സർവീസ് സെന്ററിൽ എത്തിയപ്പോൾ അതിലാറ് കോമഡി. വണ്ടിക്ക് ഇല്ലാത്ത കംപ്ലൈന്റ് ഒന്നും ഇല്ല, ഒക്കെ കേടാ വണ്ടിന്റെ. അങ്ങനെ കുറച്ച് നേരം നമ്മൾ വെയിറ്റിംഗ് റൂം പോയിരുന്നു. കാരണം എന്താ വെച്ചാൽ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. ഇവൻ നമ്മൾ പിക്ക് വന്നിട്ടുണ്ടായിരുന്നു. സ്നേഹല ചെക്കന. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി. അങ്ങനെ നമ്മൾ രാവിലെ ഫുഡ് കഴിക്കാൻ പോയി. ഒരുപാട് കാലമായി രാവിലെ ഫുഡ് കഴിച്ചിട്ട്. 1 മാസം 2 മാസമായിട്ടുണ്ടാവും. നല്ല പൂരിയും കടലക്കറി കഴിച്ച് പിന്നെ കുറച്ചു നേരം കിടന്നുറങ്ങിയിട്ട് പിന്നെ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ പോയി. നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ പോണ സ്ഥലം ഭയങ്കര കോമഡിയാണ്. പോണ വഴി ഫുള്ള് ഒരുമാതിരി സർക്കസ് പോലെയാണ്. കണ്ടില്ലേ, ഇവനെ കൊണ്ടേ കഴിയൂ. പിന്നെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഷോറൂമിൽ നിന്ന് വിളിച്ച് വണ്ടി റെഡി ആയിക്കണം വന്ന് പിക്ക് ചെയ്യാൻ പറഞ്ഞിട്ട്. അങ്ങനെ അത് എടുക്കാൻ വേണ്ടി പോയി. പിന്നെ അവിടെ എത്തിയ കുറച്ചു നേരം പോസ്റ്റ് ചെയ്യുന്നു. ഇതാ ബില്ല്, ചെറിയ ബില്ലുള്ളൂ 5000 രൂപ. പടച്ചോനെ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യുക? ഭയങ്കര ചെലവാണ്. വണ്ടി ശരിയാക്കി കുട്ടപ്പനായി കൊടുന്നു. പക്ഷെ കൊണ്ടുവന്നിട്ടും ഭയങ്കര സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ. എന്താ അറിയില്ല, ചെറിയ സാധനം വർക്ക് ചെയ്യണില്ല. നീലക്കുയിൽ ഭയങ്കര സങ്കടത്തിലാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ വണ്ടി കൊടുക്കുകയാണ്. ഇനിയിപ്പോ കുറെ കാലം കളിച്ച് നടന്ന വണ്ടിയാണ്. ഈ വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ കോളേജിലേക്ക് നമ്മളെ വരുന്നതെന്ന് വേറെ തന്നെ അറിയാറുണ്ട്. പിന്നീട് ഉണ്ടാവില്ല, കാരണം വണ്ടി കൊടുക്കുക. അപ്പൊ ലാസ്റ്റ് റൈഡാണിത്. അങ്ങനെ നമ്മൾ റൂം പോയി കണ്ട് നേരെ ഫുഡ് കഴിക്കാൻ പോയി. പിന്നെ നേരെ തിരിച്ച് വന്ന് കിടന്നുറങ്ങി. അത്രേ ഉള്ളു.